വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. MG യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോകളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, നിലവിൽ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് അപേക്ഷ വിളിച്ച യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി. അപ്പോൾ നിലവിൽ ആദ്യമായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് കൂടി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കണം. അതിനായി ജസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mgu.ac.in ഈ ഒരു വെബ്സൈറ്റിൽ വന്ന് നേരത്തെ നിങ്ങൾ ഡിഗ്രി അപേക്ഷ കൊടുത്ത അതേ രീതിയിൽ തന്നെ ജസ്റ്റ് വന്ന് ഈ ഒരു ലെഫ്റ്റ് സൈഡ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ രീതിയിൽ ലോഗിൻ ചെയ്ത്, അതായത് സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥി ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും ടൈപ്പ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ്, അതായത് ട്രയൽ അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നോക്കാം. അതിന് മുന്നോടിയായിട്ട് MG യൂണിവേഴ്സിറ്റിയിൽ ഇനിയും ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥി, അതായത് MG യൂണിവേഴ്സിറ്റിയിലെ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിലോട്ട് വിദ്യാർത്ഥികളുടെ +2 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നോർമൽ അഡ്മിഷൻ ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നിലവിൽ 13/6/2025 വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റു ബന്ധപ്പെട്ട ആരെങ്കിലും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അപേക്ഷാ സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ കൊടുക്കാത്തവരുണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, 13/6/2025 വരെ ഇനിയും പുതുതായിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കാം. അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ അഡ്മിഷൻ, അതായത് ഓൺലൈൻ അപേക്ഷ കൊടുത്ത സമയത്ത് ഓപ്ഷൻസ്, അതായത് വിദ്യാർത്ഥികൾ ഒന്നാമതായിട്ട് പഠിക്കാൻ ആഗ്രഹിച്ച കോളേജോ അല്ലെങ്കിൽ ഓപ്ഷനോ രണ്ടാമതോ മൂന്നാമതോ അങ്ങനെ ഡിസോർഡറായിട്ട് കൊടുത്തവരുണ്ട്. അതേപോലെ തന്നെ പല വിദ്യാർത്ഥികളുടെയും, അതായത് എഡിറ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസ്, മാർക്ക് അല്ലെങ്കിൽ അക്കാഡമിക്, അത്തരത്തിലുള്ള പല കാര്യങ്ങളും തെറ്റായ അപേക്ഷ കൊടുത്തവരുണ്ട്. അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് തീർച്ചയായിട്ടും ആ പറയുന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ക്ലിയർ ആക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള അഡ്മിഷൻ പ്രൊസീജിയർ നിങ്ങൾ പരിഗണിക്കുന്നില്ല. അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാം, അതായത് അപേക്ഷ കൊടുത്തവർക്ക് ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാനും അതേപോലെ ഒഴിവാക്കുവാനും അതേപോലെ പുനഃക്രമീകരിക്കണം. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഓപ്ഷൻസ് താല്പര്യമില്ലാത്ത കോളേജ് അല്ലെങ്കിൽ ഓപ്ഷനാണ്, ഇത് ഡിലീറ്റ് ചെയ്യാം. ഇനി റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാം, 4ാമത് 1ാമതാക്കാം, 1ാമത് 3ാമതാക്കാം. ആ രീതിയിലേക്ക് അത് ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാലും ലഭിക്കാത്ത വിദ്യാർത്ഥികളും, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് വിദ്യാർത്ഥികളുടെ ഒരു സാധ്യത മാത്രമാണ്. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് 13/6/2025 വരെ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ കൊടുക്കാൻ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വരുന്ന 4 ദിവസം കൂടി അപേക്ഷ പുതുതായിട്ട് കൊടുക്കും. അത്തരത്തിലുള്ള എല്ലാ പുതിയ അപേക്ഷകരെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് MG യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു സാധ്യത മാത്രമാണ്. അതുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയവരും കിട്ടാത്തവരും ഒരു കാരണവശാലും നിങ്ങൾ കിട്ടാത്തവരെ സംബന്ധിച്ചോളം യാതൊരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കൊടുത്ത പ്രതീക്ഷിച്ച 1ാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ 2ാമത്തെ ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട, കാരണം ഇതൊരു സാധ്യത മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സാധ്യതയുള്ള ഏകദേശം ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന കോളേജിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റീ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ പേര്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പരീക്ഷാ ബോർഡ് രജിസ്റ്റർ നമ്പർ, സംവരണ വിഭാഗം എന്നിവയിൽ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തിരുത്തൽ വരുത്തുവാനും ഈ 13/6/2025 വരെ സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 13/6/2025 വരെയാണ് പുതുതായിട്ട് അപേക്ഷ കൊടുക്കാൻ സമയം. കൂടാതെ കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയിലേക്ക് നിലവിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ കൂട്ടിച്ചേർക്കുന്നതും ഒഴിവാക്കുന്നതിനും അതേപോലെ പുനഃക്രമീകരിക്കുന്നതിനും അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്ക് പുതുതായിട്ട് അപേക്ഷിക്കുവാനും ഈ പറയുന്ന 13/6/2025 വരെ സൗകര്യമുണ്ട്. അതായത് പല വിദ്യാർത്ഥികളും കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ കൊടുക്കാത്തതുണ്ട്. കാരണം ഈ പറയുന്ന അഡ്മിഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയുടെ ഒരു ലിങ്ക് കൊടുത്തിരുന്നു. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ കോളേജ് ഏഡ് ചെയ്യണമായിരുന്നു. പക്ഷേ പല വിദ്യാർത്ഥികളും കൊടുക്കാത്തതുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ കൊടുക്കാത്തവർക്ക് വീണ്ടും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി കോട്ട ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഓൾറെഡി കൊടുത്ത വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഡിലീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന 13/6/2025 വരെ അവൈലബിൾ ആണ്. ഇനി അതായത് ഇത് പുതുതായിട്ട് അപേക്ഷ കൊടുത്തവരൊക്കെ, അതായത് അപേക്ഷ കൊടുക്കാത്തവരും അതേപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട ലോഗിൻ വഴിയാണ്. നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട ലോഗിൻ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കുന്നതാണ്. ഇനി അതേപോലെ സ്പോർട്സ് കൾച്ചറൽ PD കോട്ടകൾ, അതായത് ഡിസബിലിറ്റി
കോട്ടകളിൽ പുതുതായിട്ട് അപേക്ഷിക്കാനുള്ള സമയം ഇപ്പോൾ ലഭ്യമല്ല. എന്നാൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്നാം അലോട്ട്മെൻറ്റിന് ശേഷമുള്ള, അതായത് SC/ST വിഭാഗക്കാർക്കായിട്ടുള്ള പ്രത്യേക അലോട്ട്മെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട, അതായത് PD കോട്ട, അതേപോലെ കൾച്ചറൽ സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ ലാസ്റ്റ് ഫൈനൽ സബ്മിഷൻ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്തിരിക്കണം. അതായത് എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിഷൻ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക. അതിനുശേഷമുള്ള ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കൃത്യമായിട്ട് മൊബൈൽ ഫോണിലാണെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ആ ഒരു പ്രിൻ്റ് ഔട്ടാണ് പിന്നെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ പോലെ ട്രയൽ അലോട്ട്മെൻറ്റ് സാധ്യതയായിട്ട് മാത്രം നിങ്ങൾ കാണുക. അപ്പോൾ ഇത്തരത്തിൽ ട്രയൽ അലോട്ട്മെൻറ്റ് ഇനി ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും ആവശ്യമില്ലാത്ത വിദ്യാർത്ഥികൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക. വേണമെങ്കിൽ മാത്രം നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങൾ കാത്തിരുന്ന മെയിൻ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിലവിൽ 18/6/2025 പ്രസിദ്ധീകരിക്കുക എന്നുള്ള നോട്ടിഫിക്കേഷൻ അറിയിച്ചുള്ളത്. എന്നാൽ സ്വാഭാവികമായിട്ടും ആ ഡേറ്റ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാൻ, പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഈ തരത്തിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ മതി. വരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.